ബിസ്മില്ലാഹിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല് ഇമ്രാൻ നമ്മൾ 63 ആയത്തുകൾ നമ്മൾ ഇതുവരെ പഠിച്ച് മനസ്സിലാക്കി. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് 64-ാമത്തെ ആയത്ത് എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്നറിയാം. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്ന് പറയുന്നത് മുബാഹലയായിരുന്നു അല്ലേ. മുബാഹലക്ക് വേണ്ടിയിട്ട് അവരെ ക്ഷണിച്ചപ്പോൾ അവരതിന് തയ്യാറാകാതെ മാറി നിന്ന ആ ഒരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്. ഇതെന്താണ്? ഇത് തന്നെയാണ് എന്ത്? യഥാർത്ഥമായ സത്യം, യഥാർത്ഥ കഥ അല്ലെ, കഥനം. ഇതാണ് പിന്നെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏറെ പ്രതാപശാലിയും അഗാധജ്ഞനുമാണ്. ഇനി ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിശ്ചയമായും അവരെക്കുറിച്ച് ആ കുഴപ്പക്കാരെക്കുറിച്ച് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എവിടെ എങ്ങനെ നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഓരോ ഭാഗം, നിങ്ങൾ തഫ്സീർ എടുത്തിട്ട് ഓരോ ഭാഗം നിങ്ങൾ പരിശോധിച്ച് ഓരോ ഭാഗം നിങ്ങൾ വായിച്ച് നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്, എവിടെയായാലും നമുക്ക് റബ്ബിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് എല്ലായിടത്തും പറയുന്നത്. ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള തൗഹീദ് സ്ഥാപിക്കാനുള്ള വചനങ്ങൾ അല്ലെ. ഇത്രമാത്രം ഇത്രയും കൂടുതൽ പരിശുദ്ധ ഖുർആനിൽ ഒട്ടുമിക്ക സൂറകളിലൂടെയും എന്താ പറയുക, മുഴുവനായിട്ടും തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്നിട്ടും പിന്നെയും അത്തരം അതായത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന ബഹുദൈവ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും ഷിർക്കൻ വിശ്വാസങ്ങളും കടന്നു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് പൗരോഹിത്യത്തിൻ്റെ ഒരു കളികളാണെന്ന് പറയുന്നത്. അന്നും ഇന്നും ഈ രൂപത്തിൽ വിശ്വാസ വൈകല്യങ്ങൾ സംഭവിച്ചത് പുരോഹിതന്മാരുടെ എന്താ പറയുക, കൈകടത്തലുകൾ, അവരുടെ ദുനിയവിയായ സാമ്പത്തിക നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് പല നേട്ടങ്ങളുടെയും, അതുമെല്ലാം ദുനിയവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ദീനിൻ്റെ പലതും അവർ മറച്ചു വെക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത ആ ഒരു പശ്ചാത്തലത്തിലാണ് പലപ്പോഴും എന്ത് വന്നത്, ബഹുദൈവാരാധനയും ഷിർക്കും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കടന്നു വന്നത്. നമുക്ക് ഇന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതായത് ഇന്ന് നടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, എല്ലാം അവിടെ കൂടുതലും എന്താണ്, സാമ്പത്തികമായ നേട്ടങ്ങളാണ് അല്ലേ. സാമ്പത്തികമായ നേട്ടങ്ങളെയാണ് അവിടെ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാറ്റിൻ്റെയും മറവിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ലോബികളാണ് എന്താക്കുന്നത്, പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. നമ്മളെപ്പോഴും നമ്മുടെ റബ്ബിനെ അറിയണം, നമ്മുടെ റബ്ബിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കണം. എല്ലാ ദിവസവും നമ്മളെ ചിന്തകളിലും നമ്മളെ പ്രവർത്തനങ്ങളിലും എല്ലാം എന്ത് വരണം, റഹ്മാനായ റബ്ബ് കടന്നു വരണം അല്ലേ. നമ്മുടെ മനസ്സുകളിൽ നമ്മൾ പല ചിന്തകളും ഒരു ദിവസം അല്ലെ, നേരം പുലർന്നാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഓരോ സമയങ്ങളും ഓരോ സെക്കൻഡുകളും പലതും നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ റബ്ബിനെ അറിയാം, നമുക്ക് നമ്മളെ റബ്ബിനെ ഓർമ്മിക്കാനും റബ്ബിനെ കുറിച്ച് ചിന്തിക്കാനും ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ദിവസേന എത്ര പോസ്റ്റുകളാണല്ലേ നമുക്ക് വായിക്കാൻ. ഓരോ ദിവസവും
ചിലപ്പോൾ ചിലതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നുണ്ടാവും. പക്ഷേ അപ്പോഴൊക്കെയും നമുക്ക് എന്താ, അത് നമ്മൾ അള്ളാഹുവിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ തഫ്സീർ തന്നെ ഓരോ ഭാഗങ്ങൾ എടുത്ത് വെറുതെ വായിച്ചു നോക്കിക്കോ. അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മളെ ഇബാദത്തുകളും, നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അത് റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചാകണം എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, അല്ലേ? പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നല്ല, ചിലപ്പോൾ കൂടുതൽ പ്രയാസങ്ങളായിരിക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. മറ്റുള്ള ആൾക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നമുക്ക് എന്തുണ്ടാകാം, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ഏകനായ റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ ഏതൊരു പ്രവർത്തനവും പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് എന്തില്ല, നമുക്ക് ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, അസൂയയില്ല, കുശുമ്പില്ല, വിഷമയില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരാളോടും നമുക്കൊന്നും തോന്നില്ല. കാരണം നമ്മൾ എന്തേ ആഗ്രഹിക്കുന്നുള്ളൂ? നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ആ റബ്ബ് അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു എന്താക്കി തരും, നമുക്ക് എളുപ്പാക്കി തരും, അല്ലേ? ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു ഇത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? അതായത് ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് വെക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ബുദ്ധിയുള്ളവൻ അവൻ്റെ സ്വന്തത്തെ ക്ഷമയാൽ ശീലിപ്പിച്ചു കൊള്ളട്ടെ. ഇപ്പൊ ക്ഷമ എന്ന് പറയുന്നത് എല്ലായിടത്തും വേണം, അല്ലെ? നമ്മളെ ജീവിതത്തിൽ പൊതുവെ നമ്മൾ ക്ഷമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷമയുടെ ഒരു ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മേഖല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെയൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലേ? അങ്ങനെയൊന്നല്ല. ക്ഷമ എന്ന് പറയുമ്പോൾ അതുപോലെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവിടെ മാത്രമല്ല, എല്ലാ മേഖലയിലും നമുക്ക് എന്താകാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം, അല്ലെ? അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. കാരണം അള്ളാഹു ഇന്നമാ യുവഫസ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അള്ളാഹു ക്ഷമാലുക്കൾക്കുള്ള പ്രതിഫലം നിറവേറ്റി കൊടുക്കും, തീർച്ചയായും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അത് എത്രയാന്ന് നമുക്കറിയില്ല, അതിൻ്റെ പ്രതിഫലത്തിൻ്റെ തോത് നമുക്ക് എത്രയാണെന്നറിയില്ല, അല്ലേ? ഒരു രോഗം വന്നിട്ട് അതിൻ്റെ പേരിൽ ക്ഷമിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് പകരമായി അതിന് പകരം സ്വർഗം നൽകാന്ന് ഒരു സ്ത്രീയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം, അല്ലേ? അപ്പം അവരെ മർഹബം യാ മറൽ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സന്തോഷത്തോടെ തിരിച്ചു പോയത്. അതായത് എൻ്റെ രോഗത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. അത്ര പോലും നമ്മൾ, അല്ലെ, അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ അള്ളാഹു, നമ്മളെ റബ്ബ്, നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ നമ്മളെ മാതാപിതാക്കളെക്കാൾ, നമ്മളെ സ്വന്തം ഭർത്താവിനേക്കാൾ, നമ്മളെ മക്കളെക്കാൾ, നമ്മളെ കൂട്ടുകാരെക്കാൾ എല്ലാം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ റബ്ബ് നമുക്ക് സ്വർഗത്തിലേക്ക്, അല്ലെ, ഏറ്റവും സ്മൂത്തായിട്ട് എന്നിട്ട് എന്താ പറയുക, ഗ്രീൻ ചാനലിലൂടെ വേഗത്തിൽ നമുക്ക് കടന്നു പോകാനുള്ള ഒരുപാട് അവസരങ്ങളാണ് നമ്മളെ മുമ്പിൽ തുറന്നു വെക്കുന്നത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ തന്നെ ഈ ദുനിയാവിലെ ഓരോ കാര്യങ്ങളും, അല്ലെ, അത് എന്ത് രോഗമാകട്ടെ, വേദനകളാകട്ടെ, മറ്റ് കഷ്ടപ്പാടുകളായിക്കോട്ടെ, ദാരിദ്ര്യം, സാമ്പത്തികമായ പ്രയാസങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവിടെ എല്ലാം ഭംഗിയായ ക്ഷമ നമുക്ക് കൈക്കൊള്ളാൻ സാധിച്ചാൽ തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം, അതിലുള്ള കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ അനുഭവിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബിൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം നമുക്ക് 64-ാമത്തെ ആയത്തിലേക്ക് കടക്കാം, അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഇവിടെ അഹ്ലു കിതാബ് വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നല്ലേ, നബിയെ പറയുക, ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൗ നിങ്ങൾ വരുവിൻ, നിങ്ങൾ വരുവിൻ, ഇലാ കലിമത്തിൻ ഒരു പദത്തിലേക്ക് അല്ലേ. എന്താണ് അവിടെ പറയുന്നത്? സവാഇം ബൈനനാ വബൈനക്കും, സവാഇം സമമായ, ബൈനന ഞങ്ങൾക്കിടയിലും, വബൈനക്കും നിങ്ങൾക്കിടയിലും സമമായിട്ടുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അതായത് അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നാം ആരാധിക്കുകയില്ല എന്ന്, ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ, വലാ നുശ്രിക ബിഹി ഷൈആ, അവനോട് പങ്കു ചേർക്കുകയില്ല എന്നും, ബിഹി അവനെ കൊണ്ട്, ഷൈആ യാതൊന്നിനെയും, അല്ലാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും, പിന്നെയോ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, വലാ യത്തഖിദ ആക്കുകയില്ലെന്നും സ്വീകരിക്കുകയില്ലെന്നും, ബഅ്ദുനാ നമ്മളിൽ ചിലർ, ബഅ്ദൻ ചിലരെ, അർബാബൻ റബ്ബുകൾ മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ, അതായത് അല്ലാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അല്ലാഹുവിനു പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് നിങ്ങൾ വരുവീൻ എന്ന് പറയുന്നത്. തആലൗ യാ അഹ്ലൽ, ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലൗ നിങ്ങൾ വരുവിൻ, ഇലാ കലിമത്തിൻ ഒരു വാക്കിലേക്ക്, ഒരേ ഒരു പദം, എന്താണത്? സവാഇം ബൈനനാ വബൈനക്കും ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ സമമായ ഒരു കാര്യമാണത്. എന്താണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ഷൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അല്ലാഹുവിനു പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക്. ഫഇൻ തവല്ലൗ എന്നിട്ട് അവരെങ്ങാനും തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖൂലു നിങ്ങൾ പറയുവിൻ, ഇഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ എന്ന്, എന്ത്? ബി അന്നാ മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്ന്. ഇപ്പം ഇവിടെ വ്യക്തമായിട്ട് ഈ ആയത്തിൽ ഡയറക്റ്റ് മീനിങ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ള അഭിസംബോധന അഹ്ലുൽ കിതാബിനാണ് അല്ലേ. അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് വേദക്കാരാണ് അല്ലേ, വേദക്കാരെയാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ വാദിക്കുന്ന എന്താണ്? പ്രവാചകന്മാരുടെ പാരമ്പര്യം അല്ലെ, അനുയായികൾ എന്ന പാരമ്പര്യം പുലർത്തിപ്പോരുന്ന സമുദായങ്ങളാണ് ആര്? അഹ്ലുൽ കിതാബ്, പ്രവാചകന്മാരുടെ അനുയായികൾ. അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്? അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. ഇവിടെ വേദക്കാരായി നിലവിലുള്ളത് ആരാണ്? യഹൂദികളും ക്രിസ്ത്യാനികളുമാണ്. അപ്പൊ അവരെയാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നും അവന് യാതൊരു പങ്കുകാരില്ല എന്നും
അവന് ഒരു സമന്മാരെയും ഏർപ്പെടുത്താൻ പാടില്ല എന്നും ആ ഒരു രീതിയിൽ ഇല്ലേ. സത്യത്തിൽ മുൻകഴിഞ്ഞ ഏതൊരു പ്രവാചകന്മാരെ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും, ഏതൊരു പ്രവാചകനും ഈ ദുനിയാവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ പ്രബോധനം ചെയ്തിട്ടുള്ളത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലേ? വമാ അർസൽന മിൻ ഖബ്ലിക, വമാ അർസൽന നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക നിനക്ക് മുമ്പ്, മിൻ റസൂലിൻ ഒരു പ്രവാചകനെയും, ഇല്ലാ നൂഹി ഇലൈഹി അദ്ദേഹത്തിലേക്ക് വഹി നൽകിക്കൊണ്ടല്ലാതെ, എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന്, ഫഅബ്ദൂൻ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ. അപ്പം ഏതൊരു പ്രവാചകൻ ഈ ഭൂമിയിൽ കടന്നു പോയിട്ടുണ്ടോ ആ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്ത ഒരേയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന ആ ഒരു അടിസ്ഥാന തത്വമാണ് അല്ലെ. എല്ലാ നബിമാരും അങ്ങനെയാണ് പിന്നെ കൽപ്പിച്ചിട്ടുള്ളത്. അതിലേക്കാണ് അവരെ എന്താക്കിയിട്ടുള്ളത്? ക്ഷണിക്കുന്നത്. അപ്പം നമുക്കും നിങ്ങൾക്കും സമമായ ഒരു കാര്യത്തിലേക്ക് ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലേ. ശരിക്കും പിന്നെ ഈ ഏകത്വം, അതായത് തൗഹീദ് എന്ന് പറയുന്ന ഏകദൈവാരാധന എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് വേദക്കാർ ഒരുപാട് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവർക്കറിയാം എന്ത്? അവർ ഈ തൗഹീദിൻ്റെ ദൗത്യവാഹകന്മാരാണ് എന്ന്. അങ്ങനെയാണല്ലോ പിന്നെ അവരുടെ വാദം അങ്ങനെയാണല്ലോ. ഇന്നും നമുക്കറിയാം അല്ലേ. അതായത് അള്ളാഹുവിന് പുറമെ സമന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകളും നേർച്ചയും മറ്റും അർപ്പിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു വിഭാഗം ആൾക്കാർ അല്ലേ. അവരും പറയുന്നത് എന്താണ്? നമ്മൾ അള്ളാഹിൻ്റെ ആൾക്കാരാണ്, പിന്നെ മാത്രമേ ഇതുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അവരങ്ങനെ തന്നെ വാദിക്കും. പക്ഷെ എന്തു പറയും? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ചോദിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും അല്ലേ. സത്യത്തിൽ പിന്നെ ഇതേപോലെ തന്നെയാണ് എന്ത് മുൻകഴിഞ്ഞ വേദക്കാരായ ഈ പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വാദിക്കുന്നത്. അവരുടെ വാദവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും സമമായിട്ടുള്ള ആ ഒരു കലിമത്തിലേക്ക് അല്ലേ, അൽ കലിമത്ത്, പിന്നെ ഈ കലിമത്ത് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അവിടെ പിന്നെ നമുക്ക് ഒരു പദം എന്നുള്ള നിലക്കാന്നല്ലോ അല്ലേ ഇവിടെ പറയുന്നത്. ഒന്നിലധികം വാക്കുകളെയും വാക്യങ്ങളെയും പ്രഭാഷണങ്ങളെയും എല്ലാം ഉദ്ദേശിച്ചു കൊണ്ടും കലിമത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് എന്നാ പറയുന്നത്. അപ്പം ഇതനുസരിച്ച് എന്താണ് അതും വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ എല്ലാ തത്വങ്ങളെയും അത് നമുക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ്? സമമാണ് ഇല്ലേ. അതുകൊണ്ട് പിന്നെ ശരിക്കും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ മുതൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെയും യഹൂദികളെയും ഒക്കെ എന്താക്കലുണ്ട്? ഇസ്ലാമിലേക്ക്, ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കാറുണ്ട് അല്ലേ. പക്ഷേ പലപ്പോഴും അവരെന്താക്കാറില്ല, അത് സ്വീകരിക്കാറില്ല അല്ലേ. നമുക്കറിയാലോ ഈ സൂറത്തിൻ്റെ തുടക്കം മുതലുള്ള 80 കൂടിയുള്ള ആയത്തുകളിൽ കൂടുതലും അവതരിച്ചത് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ അല്ലെ വേദക്കാരായ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ആ ഒരു പിന്നെ വരവും അവരോട് ഉണ്ടായ സംഭാഷണവും കാര്യങ്ങളുമായി അനുബന്ധിച്ചിട്ടാണ് ഈ സൂറത്തിലെ മിക്ക ആയത്തുകളും അവതരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾ മുബാഹലക്ക് ക്ഷണിച്ച ആ വിഷയവും കാര്യങ്ങളും പറയുമ്പോൾ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇന്നും നമ്മൾ എന്താക്കണം? ഈ ഒരു ഇത് തുടർന്നു കൊണ്ടേയിരിക്കണം. കാരണം
പിന്നെ ഈ ഒരു അടിത്തറ, ഈ ഒരു ഏകദൈവാരാധന എന്നുള്ള ആ ഒരു അടിത്തറയിലില്ലാതെ എന്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും എന്തില്ല, അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല അല്ലേ. അതുകൊണ്ടാണല്ലോ ആ ഒരു തൗഹീദിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിന്നെ ദഅവ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിശ്വാസപരമായിട്ട് പിന്നെ സ്ട്രോങ് ആണെങ്കിലും നമ്മളെ തൗഹീദ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് നമ്മളെ ഓരോ പ്രവർത്തനങ്ങളുടെയും നമ്മളുടെ ഓരോ ചിന്തകളുടെയും ഇതിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതായത് നമ്മൾ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാ നിലക്കും റഹ്മാനായ റബ്ബിലേക്ക് പൂർണ്ണമായും തവക്കുൽ ചെയ്തവരാണോ നമ്മൾ ചിന്തിക്കണം അല്ലേ. നമ്മൾ എന്തിനെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാണ് തിരിയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മളെ ഈമാൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് പിന്നെ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആകെ പിന്നെ ടെൻഷൻ ആകുന്നുണ്ടോ, അല്ലെ ആകെ തളർന്നു പോകുന്നുണ്ടോ, നമ്മളൊക്കെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ടോ, അപ്പം നമ്മളെ വിശ്വാസത്തിൽ അവിടെ സ്ട്രോങ് ഇല്ല, നമ്മളെ വിശ്വാസം അവിടെ സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം പിന്നെ ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ ദഅവ ചെയ്യുന്ന വിഷയം അല്ലെ. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവാണ് അല്ലെ, ഒരു ചര്യയിൽപ്പെട്ടതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അതായത് ഈ എഴുത്തിലൂടെ അല്ലാതെയും ഒക്കെ ഈ പറഞ്ഞ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആൾക്കാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പല ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ റോമ ചക്രവർത്തിയായ ഹെർക്കലിയൂസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഒരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ കൂട്ടത്തിൽ പ്രത്യേകം പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്നാണ് പറയുന്നത്. കാരണം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ആ ഒരു രീതിയിലാണ് അവരിലേക്ക് എന്താക്കിയത്, കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു പിന്നെ ക്രിസ്ത്യാനിയായിരുന്ന അദീ ഇബ്നു ഹാത്തിം, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അയാൾ ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ആയിട്ടുണ്ട്. അവരോടൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ട് ഇസ്ലാമിൻ്റെ ദഅവത്ത് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തോ അപ്പം ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലൗ നിങ്ങൾ വാ അല്ലേ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു ഇതിലേക്ക്. എന്താണത്? ഒന്നാമതായിട്ട് പറയുന്നത് അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് അല്ലേ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാതിരിക്കുക എന്നത്. ഈ ഒരു തത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, എല്ലാം അല്ലേ നമ്മളെ മനസ്സ വാച കർമ്മണ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അർപ്പിക്കാൻ കഴിയൂല. ശരിക്കും നമ്മളെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കണേ. എന്നിട്ടില്ലേ പിന്നെ അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ പേരിൽ വിഷമം വരുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ചിന്തിച്ചാൽ മതി, ഇത് ഞാൻ ആർക്ക് വേണ്ടി ചെയ്തതാ? ഇത് ഞാൻ ആർക്ക് വേണ്ടി ചെയ്തതാ? ഇപ്പം നമുക്ക് നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് ബാധ്യത ഉണ്ട് അല്ലേ. നമ്മളെ ഭർത്താവിനോടും മാതാപിതാക്കളോടും നമ്മളെ മക്കളോടും കുടുംബത്തിനോടും അയൽവാസികളോടും എല്ലാവരോടും നമുക്ക് ബാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? അവരെ തൃപ്തിക്ക് വേണ്ടിയാണോ?
അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയാ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണോ? മാതാപിതാക്കളുടെ തൃപ്തിയും ഭർത്താവിൻ്റെ തൃപ്തിയും ഒക്കെ വേണം കേട്ടോ. കാരണം അത് വേണം, പക്ഷെ നമ്മൾ അത് മാത്രമായി പോകാൻ പാടില്ല അല്ലെ. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലേ. അപ്പം ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ നിത്യജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നമുക്ക് എന്താക്കാൻ കഴിയും? ആരാധനയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും, നമുക്ക് നല്ല നിയത്തുണ്ടെങ്കിൽ. നമ്മൾ എന്തിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ ചിന്തയെ ഒന്ന് അവിടെ പ്രവർത്തിപ്പിച്ചാൽ മതി. നമ്മൾ ചിന്ത ഒന്ന് അവിടെ പ്രവർത്തിക്കട്ടെ, ഞാൻ എന്തിനാ ഇതിൻ്റെ പേരിൽ വിഷമിക്കുന്നത്. മിക്കവാറും നമ്മൾ വിഷമം എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാലുണ്ടാകുന്ന വിഷമം, മറ്റൊന്ന് നമ്മളെ ശാരീരികമായോ മറ്റു രോഗങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള വിഷമം അല്ലേ. അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്ഷമയും പിന്നെ തവക്കുലും പിന്നെ അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പണവും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലേ. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കല്ലേ റിള ബിൽ ഖല അല്ലേ. അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സിൻ്റെ വിശാലത നമ്മൾ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ, പിന്നെ നമുക്ക് അവിടെ എവിടെയും തന്നെ ഒന്നും ഒരു പ്രയാസകരമായിട്ട് മാറൂല. നമുക്ക് അൽഹംദുലില്ലാ നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യും. കാരണം ഇത് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മളെ റബ്ബ് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം, 2 സ്വർഗം അല്ലെ. സ്വർഗത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കണ്ടേ അല്ലേ. ആ ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ഈ ദുനിയാവിലുള്ള ഓരോ പിന്നെ പരീക്ഷണങ്ങളും ഓരോ ഘട്ടങ്ങളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലേ. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ അല്ലേ. മലമ്പാത ചുരമ്പാത കടന്നു പോകാന്ന് പറയുന്നത് കുറച്ച് പ്രയാസം തന്നെയാണല്ലേ. അതുപോലെയാണ് നമുക്ക് നമ്മളെ സ്വർഗത്തിലേക്കുള്ള പിന്നെ വഴി നമുക്ക് എളുപ്പമാകണമെങ്കിൽ ഇത്തിരി നമ്മൾ എന്താകണം, ഇവിടുന്ന് പ്രയാസപ്പെടണം അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം അല്ലേ, നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്നതാവട്ടെ, നമ്മളെ വായിലൂടെ പറയുന്നതാകട്ടെ, നമ്മളെ കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതാകട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആർക്ക് വേണ്ടി അർപ്പിക്കുക? അള്ളാഹുവിന് വേണ്ടി. അതാണ് ലാ ഇലാഹ ഇല്ല അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. ഇബാദത്ത് അല്ലേ, ഇബാദത്ത് ആ എന്തും അല്ലേ. നമ്മളിപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരാൾ എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, നമ്മൾ നല്ല തിരക്കിലായിരിക്കും. പിന്നെ അന്നേരം നമ്മൾ വിചാരിക്കും, വല്ലാതെ ഒരു ഡിസ്റ്റർബ് തന്നെയല്ലേ, ഇവരെ കൊണ്ട് വലിയ ശല്യം തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കേൾക്കാണ്ടിരിക്കാനും കഴിയില്ലല്ലോ, ഇതിപ്പോ എടുക്കാണ്ടിരിക്കാനും കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, നമുക്ക് അവർ പറയുമ്പോൾ കേൾക്കുകയും മറുപടി പറയും ചെയ്യുന്നതിന് നമുക്ക് അവിടെ ഒരു പ്രതിഫലവും നമുക്കില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് തിരക്കിനിടയിലാണെങ്കിലും പിന്നെ ഒരു മനുഷ്യൻ്റെ അല്ലെ ഒരു വിഷമം തീർത്തു കൊടുത്താൽ അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അവൻ പറയുന്ന വാക്കുകൾ, അവരുടെ പ്രയാസം നമ്മളൊന്ന് കേട്ടു കൊടുത്താൽ മതിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെവി മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവും അല്ലെ. അവർ പറയുന്ന നമ്മളൊന്നിങ്ങനെ കേട്ട് ഒന്ന് സമാധാനിപ്പിക്കുക, അത്രയേ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അത് നമ്മളൊരു ഡിസ്റ്റർബായിട്ട് കാണാതെ അവരെ പറയുന്നത് ക്ഷമയോട് കേട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം അള്ളാൻ്റെ തീരുമാനമല്ലേ, പിന്നെ ഇൻഷാ അല്ലാഹ് ഈ സമയവും കടന്നു പോകും, മാറി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു നല്ലൊരു വാക്ക് പറഞ്ഞ് എന്നിട്ട് പറയാ കുറച്ച് തിരക്കിലാണ് കേട്ടാ, നിങ്ങളൊന്നും കൊണ്ട് ബേജാറാന്നാണ്ട, ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടാകുമ്പോൾ പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ആശ്വാസ വാക്ക് അവർക്ക് കൊടുത്താലുണ്ടല്ലോ, അവിടെ നമ്മളെ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത്. എന്താ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഏറ്റവും പ്രിയപ്പെട്ട അത്രയും പ്രതിഫലം അല്ലേ. ഒരു മാസക്കാലം മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു സഹോദരൻ്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം അത് അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുമ്പോൾ നമുക്കവിടെ വലിയ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും
പിന്നെ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ഓരോ കാര്യം അപ്പം നമുക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ വാരി കൂട്ടാൻ കഴിയും അല്ലെ. നമ്മൾ കേട്ടില്ലേ സൽസ്വഭാവത്തെക്കുറിച്ച്? രാത്രി മുഴുവനും നമസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത അത്രയും പ്രതിഫലം നമ്മൾ മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറാന്നുള്ളത്. അപ്പം നമുക്ക് നല്ലവരാകാൻ കഴിയണം അല്ലെ. അള്ളാഹു ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇബാദത്ത് എന്ന് പറയുമ്പോൾ 5 നേരത്തെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അല്ലെ, ഇതൊക്കെയാണ് ഇബാദത്ത് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇബാദത്ത് തന്നെ. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഒരുപാട് നല്ല നല്ല ഇബാദത്തുകളുണ്ട്. നല്ലൊരു വാക്ക് പറയാ, ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖം നമുക്ക് അല്ലെ, ഒരാളെ മുമ്പിൽ നമുക്കൊരു നല്ല മുഖപ്രസന്നതയോടെ നോക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ 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 എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുണ്ട് എന്നറിയോ? അയൽവാസികളോടുള്ളതായാലും കൂട്ടുകാരോടുള്ളതായാലും അല്ലെ, എല്ലാവരോടുള്ള സമീപനങ്ങൾ നമ്മൾ നന്നാക്കുമ്പോൾ ഏറ്റവും നല്ല സമീപനം നമ്മൾ റബ്ബിനോടാണ് ഉണ്ടാകേണ്ടത് അല്ലേ. അപ്പം ഇബാദത്ത് അത് റബ്ബിനോട് മാത്രം. അതായത് അവിടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? അള്ളാഹിൻ്റെ തൃപ്തി അല്ലെ. നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക എല്ലാം പൂർണ്ണമായി. നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്ന് വെറുതെ പറയണ്ട അല്ലെ, പൂർണ്ണമായി ഹസ്ബി അല്ലാഹ് അല്ലെ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ വരണം, നമുക്ക് വരാൻ കഴിയണം. അപ്പം ഒന്നാമതായിട്ട് പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ ആരാധിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം, അതിലേക്ക് അവരെ ക്ഷണിച്ചു. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. ഇതൊരു നിസ്സാര കാര്യമേ അല്ല കേട്ടാ. നമുക്ക് പറയാന്ന് വെച്ചാൽ ഇതിന് ആയത്തുകളുടെ പെരുമഴ തന്നെ നമുക്ക് ഈ ഖുറാനിൽ നിന്ന് നമുക്ക് ലഭിക്കും, ഈ ഒരു തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് പിന്നെ അടുത്ത എന്താ പറയുന്നത്? വലാ നുശ്രികു ബിഹി ഷൈആ. അവനോട് അല്ലെ, ഒന്നാമത്തത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാതിരിക്കുക എന്ന ആ ഒരു തത്വം. അതായത് നമ്മളെ ഇബാദത്തുകളെല്ലാം റബ്ബിന് മാത്രം. അടുത്ത വാചകം എന്താണ്? വലാ നുശ്രിക ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. അവിടെ അവൻ്റെ ഗുണവിശേഷങ്ങളിൽ, അധികാരങ്ങളിൽ, അവകാശങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, സത്തയിൽ ഒന്നിലും തന്നെ ഒരാൾക്കും എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് വരുന്ന വിശ്വാസം, വാക്ക്, പ്രവൃത്തി ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അതെന്താകും? അത് ഷിർക്ക് എന്ന് പറയും. ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പിന്നെ ആ ഒരു ഇത് നമ്മൾ ഇതാക്കാൻ പാടില്ല അല്ലേ. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ സൂറത്ത് ആൽ ഇമ്രാനിൽ നമ്മൾ ഒരുപാട് പിന്നെ ആയത്തുകളിലൂടെ നമ്മൾ കേട്ടതാണ്. ആരെക്കുറിച്ച്? ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലേ. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനവും പിന്നെ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് അല്ലേ. അവിടെ അള്ളാഹു ഈസാ നബിക്ക് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ. പക്ഷേ എന്താ പറയാ, ഖേദകരമെന്ന് പറയാം, ഈസാ അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ജനത മാറിപ്പോയി അല്ലേ. എന്താണ് അവിടെ വലിയൊരു പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത് അല്ലേ. ഇതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ നിയോഗിതനായിട്ടുള്ളത്, ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്, ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾക്കും ചെയ്ത കാര്യങ്ങൾക്കും കാണിച്ചു തന്ന കാര്യങ്ങൾക്കും കൽപ്പനകൾക്കും തികച്ചും വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ, പിന്നെ അതുപോലെ അധികാര അവകാശങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന എല്ലാ വിശ്വാസവും വാക്കും പ്രവൃത്തിയും എല്ലാം എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പം അത് ഷിർക്കായിട്ട് വരും. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബ മിൻ ദൂനില്ലാഹ്, ചിലർ ചിലരെ റബ്ബുകളാക്കാതിരിക്കുക എന്നുള്ളത്.
അതായത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും റബ്ബിൻ്റെ സ്ഥാനം കൽപ്പിക്കാതിരിക്കുക. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും റബ്ബിൻ്റെ സ്ഥാനം കൽപ്പിക്കാതിരിക്കുക അല്ലേ. പിന്നെ ശരിക്കും പിന്നെ മനുഷ്യർ എല്ലാവരും അള്ളാഹിൻ്റെ സൃഷ്ടികളും അടിമകളും അല്ലേ ആണ്. അപ്പോൾ പിന്നെ അള്ളാഹു നസീറ മ്യൂട്ടാക്ക്. സോറി. ചിലർ റബ്ബുകളാക്കി വെക്കുന്നതിന് ഒരു ന്യായവും ഇല്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അല്ലേ. കാരണം എല്ലാവരും എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. പിന്നെ അവരെങ്ങനെയാണ് രക്ഷിതാവാകാം. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പം പിന്നെ ഈ 3 കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും എന്താക്കുന്നത് വേറെ വേറെ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിന്നെ അവിടെ വെച്ചിട്ട് അതിന് വിരുദ്ധമായിട്ട് മനുഷ്യന്മാർ പറയുന്നത് അനുസരിക്കുമ്പോൾ എന്താകും? അത് അള്ളാഹിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരനുസരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് മേലെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികളോ അങ്ങനെ ഏത് തരത്തിലുള്ള ആരായാലും അതപ്പോൾ എന്തായി അവരെ റബ്ബുകളാക്കുന്ന രീതിയിലേക്കായി അല്ലേ. അതായത് അള്ളാഹിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ കൽപ്പനകൾ അനുസരിക്കുക. അതുപോലെ മനുഷ്യരിൽ തന്നെ ചില വ്യക്തികൾക്ക് എന്ത് കൊടുക്കുക? ഒരു ദിവ്യത്വം കൽപ്പിക്കുക. ഇതൊക്കെ എന്താണ് ഓരോ തരത്തിലുള്ള അവരെ റബ്ബുകളാക്കുന്ന രീതിയാണ്. അല്ലേ. ശരിക്കും പിന്നെ വേറൊരു റബ്ബാക്കലും കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളാക്കി വെക്കുക എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു സമ്പ്രദായവും ഇന്നും നടക്കുന്നുണ്ട് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ അദീബ് ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം പിന്നെ ഈ വാക്യത്തെക്കുറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടായിന്. പിന്നെ ഞങ്ങൾ അവരെ ആരാധിച്ചു വരുന്നില്ലല്ലോ, അതായത് പണ്ഡിതന്മാരെ പുരോഹിതന്മാരെയൊന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പിന്നെ സൂറത്ത് തൗബയുടെ ഇത്തഹിദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാ എന്നുള്ള ആ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് എന്താ അറിയോ? അവർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുവദനീയമാക്കി തരികയും ചിലതിനെ അവർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താക്കും? അത് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചില്ലേ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അർബാബുകളെ സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പം മനസ്സിലായ? അതായത് ചില പണ്ഡിതന്മാരും അല്ലേ പുരോഹിതന്മാരും ഉമ്മത്തിനെ അതാണ് പൈപ്പേൽപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ദീനിലുള്ളതുപോലെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം പാവപ്പെട്ട അറിവില്ലാത്ത പിന്നെ ആൾക്കാരെന്താക്കും? അത് കേട്ടിട്ട് അതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ അവരെ എന്താക്കുന്നതാണ്? റബ്ബുകളാക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവിടെ വരുന്നത്. അതുപോലെ പിന്നെ ക്രിസ്ത്യാനികളുടെയും പ്രശ്നം അത് തന്നെയാണ് ഉണ്ടായത് അല്ലേ. ക്രിസ്തീയ പുരോഹിതന്മാർ അവരെന്താ ചെയ്തത്? ഓരോ സമയത്തും സന്ദർഭത്തിനനുസരിച്ച് ഓരോ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി അല്ലേ. പുതിയ നിയമം എന്നാണ് അവരുടെ ബുക്കിൻ്റെ പേര് തന്നെ. അങ്ങനെ അത് അവർ മതനിയമങ്ങളായിട്ട് ആചരിച്ച് കൊണ്ടു നടക്കുന്നു. ഇതെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം പിന്നെ ഇത് പിന്നെ അവരെ റബ്ബുകളാക്കുന്നതിന് തുല്യമായ സംഗതിയാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇത് ക്രിസ്ത്യാനികളിൽ മാത്രമല്ല മുസ്ലിങ്ങളിലും ഇത്തരത്തിലുള്ള പിന്നെ ഇതുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നെ ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിൽ നമ്മൾ എന്താക്കണം? പൂർണ്ണമായും അതിനെ വെടിയണം. ഖുർആനും സുന്നത്തിനും വിരുദ്ധമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും നമ്മൾ എന്താക്കാൻ പാടില്ല? അത് അംഗീകരിക്കാനോ മതവിധിയായി കാണാനോ പാടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ന് മുസ്ലിം സമുദായത്തിന് ബാധിച്ച വലിയൊരു രോഗം തന്നെയാണെന്ന് പറയുന്നത്. ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. കാരണം എന്താ അറിയോ? പിന്നെ കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മൾ യഥാർത്ഥ ദീനിൽ അടിയുറച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം അല്ലേ. അറിവനുസരിച്ചുള്ള അമലും വേണം. ഇത് രണ്ടും ഇല്ല ഇന്ന്. ഒന്നുകിൽ അറിവുണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള അമലുണ്ടാവില്ല. ചിലർക്ക് അറിവുണ്ടാവും, അറിവേ ഉണ്ടാവില്ല.
അതായത് യഥാർത്ഥ അറിവുണ്ടാവില്ല. എന്തെല്ലോ ആടുന്ന് ഇരുന്നാലും കുറച്ച് കുറച്ച് കേട്ട് അങ്ങനെ അങ്ങനെ ഇസ്ലാമാന്ന് മുസ്ലിമാന്ന് പറഞ്ഞിട്ട് 5 നേരം നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അങ്ങനെല്ലാം ചെയ്യുന്നതല്ലാതെ അതിലൊരു പരിപൂർണത വരുന്നില്ല വിശ്വാസത്തിൽ, അറിവിൽ, ഇൽമിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയൂല. ഇവരെല്ലാം പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകും. നമ്മുടെ ഉപ്പിയും ഉപ്പാപ്പിയും ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പിയും ബെല്ലുപ്പാപ്പിയും ബെല്ലുമാമിയും എല്ലാവരും ഇതല്ലേ ചെയ്ത് വന്നിനി അല്ലേ. ഇപ്പല്ലേ പിന്നെയും പൊതുവെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം നരകത്തില്ലെങ്കിൽ നമ്മക്കും പോവാം നരകത്തിൽ, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ വീഡിയോ ഇടുന്നു അല്ലേ, പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ. അവരൊക്കെ നരകത്തിൽ നമ്മളും ഒക്കെ പ്രശ്നമില്ല, എന്തൊരു കൂളായിട്ട് പറയുന്നല്ലേ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അമീൻ. ഇത് വഴിപേപ്പിക്കുന്ന ഒരു 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 അവസ്ഥയാണ് ഇത്. പണ്ടേ എല്ലാവരും പറഞ്ഞു വന്ന ഒരു സമ്പ്രദായം അല്ലേ. ഫിറഔൻ പറഞ്ഞതും അതന്നെയല്ലേ, ഫിറൗനും പറഞ്ഞത് അതല്ലേ, ഫിറൗന് മൂസാ നബിയോട് ചോദിച്ചത് അതല്ലേ അല്ലേ. അപ്പൊ നമ്മളെ പൂർവികന്മാരുടെ അവസ്ഥ എന്താ? അവരൊക്കെ ഇങ്ങനെയല്ലേ ജീവിച്ചത്, അപ്പൊ അവരെല്ലാം നരകത്തിലേക്കോ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അറിവില്ലാത്ത ആൾക്കാർ അറിവുള്ളവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് സ്വീകരിച്ചിട്ടാകണം എന്താക്കേണ്ടത്, ജീവിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അന്ധമായ അനുകരണം, അതായത് അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, നമ്മളിൽ കടന്നു വരാൻ പാടില്ല. വളരെയധികം ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണിത് അല്ലേ. പിന്നെ ശരിക്കും ഒരു മിനിറ്റ്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ വേദക്കാരെ ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു വിഷയമില്ല. അപ്പം നമ്മൾ ഈ സൂറത്തിൻ്റെ തുടക്കം മുതൽ ഓരോന്നും നമുക്ക് നോക്കിയാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി യുക്തിമത്തായ രീതിയിൽ, അതായത് ഒരു പിന്നെ എതിരഭിപ്രായം പറയാൻ കഴിയാത്ത വിധത്തിൽ വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും പിന്നെ പറഞ്ഞു തരുന്നത് അല്ലേ. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മം മുതൽ ഓരോ കാര്യങ്ങളും. കാരണം അവിടെ ഈസാ നബിക്ക് ഒരിക്കലും എന്തില്ല, ദൈവമാകാനുള്ള അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ദൈവപുത്രനാകാനുള്ള യാതൊരു അർഹതയുമില്ല. അത് നമുക്ക് വിവരിച്ചു തന്നു. പിന്നെ അതുപോലെ ക്രിസ്ത്യാനികൾ അവരുടെ മനസ്സിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഒളിച്ചു കൊണ്ട് നടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അതെല്ലാം തുറന്ന് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ എന്നിട്ടും അവർ എല്ലാം വ്യക്തമാക്കിയിട്ട് അവരെ കള്ളത്തരങ്ങളും മനസ്സിലാക്കി കൊടുത്ത് മനസ്സിലായി. എന്നിട്ടും അവരെന്താക്കുന്നില്ല, പിന്നെയും അവർ തർക്കം അല്ലേ, തർക്കത്തിലും പിടിവാശിയിലും ഇങ്ങനെ നിന്നപ്പോൾ അവരെന്താക്കി, മുബാഹലക്ക് ക്ഷണിച്ചിട്ട് പിന്നെ എന്നിട്ടും അവരെന്താക്കിയില്ല, അവർക്ക് അതിന് പിന്നെ തയ്യാറാകാൻ അവർ തയ്യാറായില്ല അല്ലെ, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് പറയുന്ന കാര്യമാണ് ഇത്, നിങ്ങൾ മുബാഹലക്കും തയ്യാറില്ല, എന്നാൽ പിന്നെ നമ്മൾ രണ്ടാക്കും കൂടി സമമായ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വാ. നമുക്ക് രണ്ടു കൂട്ടർക്കും എന്താക്കാം, യോജിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന തത്വമാണല്ലോ അല്ലേ ഈ ഒരു വിഷയം. എന്താ പറയുക, എല്ലാം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടും അവരെന്താക്കുന്നില്ല, അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, ഉപദേശങ്ങൾ എല്ലാ നിലക്കും അവരെ ഉപദേശിച്ച് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു നോക്കി. പക്ഷെ എന്നിട്ടും അവരെന്താകുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. എന്നിട്ട് അറ്റ്ലീസ്റ്റ് അവരോട് ലാസ്റ്റ് പറയുന്നത് എന്താ പറയുന്നത്, ഫഇൻ തവല്ലൗ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ ഫഖൂലു അഷ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, നിങ്ങൾ എന്താക്കിക്കോ, ഫൈസ എക്കോ വരുന്നു. എന്താ പറയുന്നത് വെച്ചാൽ അള്ളാഹ് പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ
ഞങ്ങൾ ഇതാ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ അവന് കീഴൊതുങ്ങി മുസ്ലിങ്ങളാവാതെ അവിശ്വാസികളായി തുടരാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊള്ളൂ, ഞങ്ങൾ അതിന് തയ്യാറില്ല എന്ന് സാർ അതാ പറയുന്നത്. എന്തെല്ലാം തരത്തിൽ അവരോട് പറഞ്ഞ്, പക്ഷെ എന്നിട്ടും അവരെന്താക്കുന്നില്ല, ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്നെ ഒന്നിച്ചു നിൽക്കാനും ഒന്നും തയ്യാറാകുന്നില്ല. അപ്പം പിന്നെ ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, പരസ്പരം ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്ന വിഭാഗക്കാർ തമ്മിൽ എല്ലാവർക്കും കൂടി യോജിക്കാവുന്നതും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതുമായ സനാതന മൂല്യങ്ങളിൽ ഒത്തൊരുമിച്ച് പോകുന്ന പക്ഷം കക്ഷികൾ തമ്മിലുള്ള അകൽച്ച ക്രമേണ ഇല്ലാതായി തീരുവാൻ അത് ഉപകരിക്കുമെന്നൊരു പൊതുതത്വം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അലം. അതായത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യം അല്ലേ, അത് എന്താണ്? ഇപ്പം നമ്മളെ ഇടയിൽ തന്നെ പറയാം, വെറുതെ ഒരു ഉദാഹരണം പറയുമ്പോൾ പിന്നെ മുജാഹിദുകൾ കുറേ ഗ്രൂപ്പായി ഭിന്നിച്ച് അങ്ങനെ ഇങ്ങനെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും, എത്ര ഗ്രൂപ്പായിട്ട് ഭിന്നിച്ചെങ്കിലും തൗഹീദിന്റെ വിഷയത്തിൽ ആർക്കും എന്തില്ല, മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പുകാർക്കും ഇടയിലും പരസ്പരം എന്തില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അല്ലേ. വേറെ എന്തെല്ലോ കാര്യത്തിലാണ് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ പിന്നെ മനുഷ്യരാണ് മാത്രമല്ല, അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, കുറേ കക്ഷികളായി പിരിയും, അതിലും എന്തെങ്കിലും ഹൈർ ഉണ്ടാവും, എല്ലാം ഹൈർ എന്നല്ലേ പറയുന്നത് അല്ലേ. ഒരുപാട് കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഓരോ പ്രവർത്തനങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഹൈറായിരിക്കും, അങ്ങനെ വിചാരിക്കാം. അപ്പം പക്ഷെ അവിടെ അതെല്ലാം മറന്നിട്ട്, അതായത് ചിലപ്പോൾ വ്യക്തികളായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, എല്ലാം തന്നെ മറന്നിട്ട് ഈ ഒരു അടിസ്ഥാന തത്വം ഏകദൈവ വിശ്വാസം എന്നുള്ള ആ ഒരു കാര്യത്തിൽ എല്ലാവരും കൂടി യോജിക്കാൻ തയ്യാറായാൽ പിന്നെ മറ്റുള്ള, അതായത് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ അകൽച്ച ക്രമേണ മാറി പിന്നെ ഒന്നാകാൻ അത് ഉപകരിക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതും കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു അലം. എന്തായാലും പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ വേദക്കാരെ ഈ ഒരു തത്വത്തിലേക്ക് ക്ഷണിച്ചതും അവർ അംഗീകരിക്കാതെ മാറി നിന്നതും, എന്നിട്ട് വീണ്ടും അവർക്കൊരു അവസരം കൊടുത്തതും, എന്നിട്ടും അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവരവരെ പാട്ടിനെ വിട്ടേക്കുക എന്നുള്ള നിലക്ക് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ എന്തായാലും നിങ്ങളോടൊപ്പം കൂടാനോ നിങ്ങളുടെ ഇത് അംഗീകരിക്കാനോ നമ്മൾ തയ്യാറല്ല, നമുക്ക് അള്ളാഹു റസൂലും പറയുന്നത് എന്താണോ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ള നിലക്ക് നമ്മൾ എന്താക്കുക, അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലക്ക് അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറയുന്ന ഈ തത്വങ്ങളെ, ഏകദൈവ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച് അവനിൽ പൂർണ്ണമായും നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അവനെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് അവനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചു കൊണ്ടാണ് അള്ളാഹുവെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന നല്ല സച്ചരിതരായ നല്ല അടിയാറുകളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ പൂർണ്ണമായും സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബെ നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് നിർവഹിക്കാൻ, ആ ഒരു നിയത്തോടു കൂടി അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുവേ. നിനക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഫൈസ എന്നുള്ളവര് മ്യൂട്ട് അൺമ്യൂട്ട് ആക്കണ്ട, അവരിൽ നിന്ന് ഭയങ്കര എക്കോ വരുന്നത്. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിലും അള്ളാഹുവെ നീ ഏറ്റവും നല്ല ദീനീനിഷ്ഠയുള്ള നല്ല മക്കളെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ.
നിന്റെ ആമീൻ. തൃപ്തിയോടുകൂടി ജീവിക്കുന്ന നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് നീ സഹായം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ ഞങ്ങൾക്ക് നീ സദാ വിരിച്ചു നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് റബ്ബേ രോഗശമനവും ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം.